ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ നടത്തുന്നത് വിശദമായ ശാസ്ത്രീയ പരിശോധനയെന്ന് ഹൈക്കോടതി. ഇപ്പോൾ നടത്തുന്ന പരിശോധനയിൽ പാളികൾ മാറ്റിയിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാനാകും. VSSയിൽ അതിനുള്ള സൗകര്യമില്ല. സാഹചര്യ തെളിവ് മാത്രം വെച്ച് SITക്ക് മുന്നോട്ടു പോകാനാകില്ല. കൊടിമരത്തിൽ 30 ദിവസത്തിനുള്ളിൽ വിജിലൻസ് പരിശോധന നടത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഓരോ വ്യക്തിയും നൽകിയ സ്വർണം രേഖപ്പെടുത്തിയില്ലെന്നും ഗുരുതരമായ ചട്ടലംഘനമാണ് നടന്നതെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്. ബിനിൽ ഹൈക്കോടതിയിൽ നിന്നുള്ള വിശദാംശങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, നിലവിലിപ്പോൾ കുറ്റം നടന്നിട്ടുണ്ടെന്നും അതെങ്ങനെയാണ് കുറ്റകൃത്യത്തെ പറ്റിയുള്ള ബോധ്യം SITക്കുണ്ട്. പക്ഷേ തെളിയിക്കുകയാണ് വേണ്ടത്. ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് പരിശോധന, അവിടെ ശാസ്ത്രീയ പരിശോധന നടക്കുന്നതിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമാകുമെന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ നിലവിൽ കോടതി മുന്നോട്ട് വയ്ക്കുന്ന സംശയങ്ങൾ, ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? അക്ഷയ, നമുക്ക് ആദ്യം സ്വർണ്ണപ്പാളികളിലേക്ക് വരാം. ഈ സ്വർണ്ണപ്പാളികളിൽ നടത്തുന്നത് 3 തരത്തിലുള്ള പരിശോധനയാണ് എന്നതാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. XRF, ICP-MS, OES ഈ 3 തരത്തിലുള്ള പരിശോധനകൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പരിശോധനയിലൂടെ സ്വർണ്ണപ്പാളികളിൽ എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ, അതായത് അവിടെ ഉപയോഗിച്ചിരുന്ന പാളികൾ, അതിന്റെ ബേസ് എന്ന് പറയുന്നത് കോപ്പറാണ്, അതിന്മേലാണ് സ്വർണം പൊതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ആ ലോഹപ്പാളികളിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് ഈ 3 ടെസ്റ്റുകളിലൂടെയാണ്. അതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഹൈക്കോടതി തേടിയിരിക്കുന്നത്. അവിടെ ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ മാത്രമല്ല ഈ പരിശോധനയ്ക്കുള്ള സാധ്യതകൾ തേടാൻ SITയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ 3 ഏജൻസികളോട് ഒരുമിച്ചാണ് ഇതിൽ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുംബൈയിലുള്ള ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ലാബിന് പുറമെ ജംഷഡ്പൂരിലെയും ഹൈദരാബാദിലെയും മറ്റ് 2 കേന്ദ്ര സ്ഥാപനങ്ങൾ കൂടിയുണ്ട്. സമാനമായ രീതിയിൽ വളരെ എക്യുപ്ഡ് ആയിട്ടുള്ള ഇത്തരത്തിൽ പരിശോധനകൾ നടത്താൻ സൗകര്യമുള്ള ലാബുകൾ. ആ ലാബുകളെ വേണമെങ്കിലും SITക്ക് സമീപിക്കാം. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തീർച്ച വരുത്തണം. ഈ സ്വർണ്ണപ്പാളികൾ മാറിയിട്ടുണ്ടോ ഇല്ലയോ അത് തീരുമാനിച്ചിട്ടായിരിക്കണം ഇനി മുന്നോട്ട് പോകേണ്ട. അതിനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നൽകിയിരിക്കുന്നത്. SIT 12-ാം തീയതി അവിടെ നിന്നുള്ള സാമ്പിൾ കളക്ഷൻ നടത്തും. അത് കേന്ദ്ര ലാബുകളിൽ കൊണ്ടുപോയി വിശദമായ പരിശോധന നടത്തും. ഈ പരിശോധനയിലൂടെ മാത്രമേ ഇതിന്റെ ഒരു വ്യക്തത വരുത്താൻ കഴിയൂ എന്നതാണ് കോടതി പറയുന്നത്. ഈ സാഹചര്യ തെളിവുകൾ മാത്രം കൊണ്ട് ഈ കേസിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് കോടതി ഇന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട് കുറ്റപത്രം വൈകുന്നു എന്ന ചോദ്യത്തിനുള്ള, രാഷ്ട്രീയ ആരോപണത്തിനുള്ള മറുപടി കൂടിയാണ് കോടതി നൽകുന്നത്. സാഹചര്യ തെളിവുകൾ വെച്ചോ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ആളുകൾ നൽകിയിരിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലോ ഇതിൽ കുറ്റപത്രം നൽകാൻ കഴിയില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശാസ്ത്രീയ തെളിവുകളാണ്. അത് VSSയിൽ ഇപ്പോൾ നടത്താൻ സൗകര്യമില്ലാത്ത ടെസ്റ്റുകളാണ്. ഈ 3 കേന്ദ്ര ഏജൻസികളിൽ എവിടെയെങ്കിലും കൃത്യമായ ഒരു പരിശോധന നടത്താനായിട്ടുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ഏറ്റവും സൂക്ഷ്മമായ പരിശോധന. ഇതിലൂടെ എന്തുണ്ടെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്നതാണ് വ്യക്തമാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത് കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടതാണ്. കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും സംസ്ഥാന വിജിലൻസ് മേധാവിക്ക് കൈമാറാൻ ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. 30 ദിവസത്തിനകം ഈ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ത്വരിത പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിഭാഗമടക്കം ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് കോടതിയുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു. അതിൽ ഈ ഗുരുതരമായ ക്രമക്കേട് ഇക്കാര്യത്തിൽ, അതായത് നടന്നിട്ടുണ്ട്, ചട്ടലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഉണ്ടോ, കുറ്റകരമായ കാര്യങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നതാണ് വിജിലൻസ് പരിശോധിച്ച്, അങ്ങനെ ഉണ്ടെങ്കിൽ FIR ഇട്ട് മുന്നോട്ട് പോകുക. ആ നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഈ വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ കൊടിമര പ്രതിഷ്ഠയിൽ 80.49 ഗ്രാം സ്വർണം ഒരു സിനിമാ താരവും മറ്റു ഭക്തരും കൂടി അഡ്വക്കേറ്റ് കമ്മീഷന് കൈമാറിയിട്ടുണ്ട്. മറ്റൊന്ന്, ഒരു സിനിമാ നിർമ്മാതാവും മറ്റൊരു വ്യക്തിയും ചേർന്ന് 27 പേരുടെ മൊഴി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 27 പേരിൽ നേരത്തെ പറഞ്ഞ പോലെ സിനിമാ നടനും സിനിമാ നിർമ്മാതാവും ഒക്കെ ഉൾപ്പെടുമോ? ഇവരെല്ലാവരും ഉൾപ്പെടുന്നത് ആണ് 27 പേർ. അങ്ങനെ പലരും ഈ സ്വർണം കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ പൊതുവായ ഒരു കണക്കല്ലാതെ ഓരോ വ്യക്തികളും നൽകുന്ന ഇത്തരം സംഭാവനകളാണെങ്കിലും സമർപ്പണങ്ങളാണെങ്കിലും അത് പ്രത്യേകം സൂക്ഷിക്കണമെന്നതാണ് കോടതി പറയുന്നത്. അതാണ് ദേവസ്വം മാനുവലിലെ 3A പ്രകാരമുള്ള രസീത് ഇവിടെ നൽകിയിട്ടില്ല. അപ്പോൾ ഇത് ആരൊക്കെയാണ്? മോഹൻലാലും സുരേഷ് ഗോപിയും ഉൾപ്പെടെയുള്ളവർ ഇതിനായി സ്വർണം കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത്. ഇവരുൾപ്പെടെ ഇവരിൽ ഒരു നടനും ഒപ്പം
അങ്ങനെ ഒരു സിനിമാ നിർമ്മാതാവിന്റെ പേരുമാണ് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ 27 പേരുടെ മൊഴി എടുക്കണമെന്നുള്ളതാണ്. എന്തായാലും കോടതി കടുപ്പിക്കുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിലൊക്കെയും ബിനിൽ വിവരങ്ങൾ നൽകിയത്.